എന്താണ് സ്റ്റാറ്റിക്? പറഞ്ഞു if only we are required to balance the centrifugal forces that are being present. Centrifugal force-നെയാണ് നമ്മൾ mr omega square എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. But along with centrifugal force, if you have to balance the couples also, then the case becomes dynamic balancing. ആദ്യം നമുക്ക് സ്റ്റാറ്റിക് ബാലൻസിങ്ങിന്റെ കേസ് നോക്കാം. ഓക്കെ, ഇന്നലെ എങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നതെന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞു. വാട്ട് ഈസ് ദി ബാലൻസിങ് മാസ്? സി, ഇഫ് ദ സിസ്റ്റം ഈസ് ബാലൻസ്ഡ് ആണെങ്കിൽ ഈ ഇക്വേഷൻ ഈക്വൽ ടു സീറോ, വേറെ ഇതിൽ പ്രശ്നമൊന്നുമില്ല. ബട്ട് ഇഫ് ദിസ് സിസ്റ്റം ഈസ് ഗിവൺ ആസ് എൻ അൺബാലൻസ്ഡ് സ്റ്റേറ്റ് ആൻഡ് യു ആർ റിക്വയർഡ് ടു ബാലൻസ് ദ കണ്ടീഷൻ, നമ്മൾ ഇതിന്റെ കൂടെ ഒരു കൗണ്ടർ മാസും കൂടെ ആഡ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു തിയററ്റിക്കൽ അനലിറ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഇക്വേഷൻ വൈസ് ഉള്ള ഒരു റെപ്രസെന്റേഷനാണ് കാണിച്ചത്. how will we do it എന്നുള്ളത് we'll just see. Okay. So static balancing ന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വി ആർ ബാലൻസിങ്, നമ്മളിപ്പോൾ നോക്കുന്നത് റൊട്ടേറ്റിംഗ് മാസസ് മാത്രമാണ്. ബാലൻസിങ് ഓഫ് റൊട്ടേറ്റിംഗ് മാസാണ് നമ്മൾ നോക്കുന്നത്. സപ്പോസ് ഇമാജിൻ there are several rotating masses in a single plane. ഒറ്റ പ്ലെയിനിൽ കുറെ റൊട്ടേറ്റിംഗ് മാസസ് ഉണ്ടെന്ന് കേൾക്കാം. ഒറ്റ പ്ലെയിനിൽ കുറെ റൊട്ടേറ്റിംഗ് മാസ് എന്ന് പറഞ്ഞാല് ഇതൊരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ആണ്, റൊട്ടേറ്റിംഗ് ആംഗുലർ വെലോസിറ്റി ഉണ്ടെങ്കിൽ കൺസിഡറിങ് എ സിംഗിൾ പ്ലെയിൻ ഹിയർ. ഇതിന്റെ നടുക്കൂടെ പാസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ഉണ്ട് എന്ന്. ഈ പ്ലെയിൻ ഉണ്ടെങ്കിൽ ഈ പ്ലെയിനിൽ തന്നെ ഒരു മാസം ഇങ്ങനെ ഉണ്ടാവും, ഒരു മാസം ഇവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടാവും, ഒരു മാസം ഇവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടാവും. ഒരു പ്ലെയിനിലാണ് ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ മാസസ് ഒക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ഒരു കണ്ടീഷൻ. ഓക്കെ, ഇതിന് ഈ ഡയറക്ഷൻ നോക്കി എങ്ങനെ കാണും എന്നുള്ളതാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഒരു സിംഗിൾ മാസാണ്, സിംഗിൾ മാസ് ഇസ് റൊട്ടേറ്റിംഗ്. ആ സിംഗിൾ മാസിൽ ഒരു പ്ലെയിനിന്റെ മേലെ, ഒരു സിംഗിൾ പ്ലെയിനിൽ ഇതാണ് മാസെങ്കിൽ ഇതാണ് എന്റെ പ്ലെയിൻ. ഈ പ്ലെയിനിൽ ഇവിടെ ഒരു മാസ്, ഇവിടെ ഒരു മാസ്, ഇവിടെ ഒരു മാസ്, ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഹൗ വി ആർ ഗോയിങ് ടു ബാലൻസ് ദിസ്. ഇതാണ് ഈ കണ്ടീഷനാണ് സിംഗിൾ മാസസ് റൊട്ടേറ്റിംഗിന്റെ സെവറൽ മാസസ് റൊട്ടേറ്റിംഗിന്റെ സിംഗിൾ പ്ലെയിൻ എന്ന് വന്നിട്ടുള്ളത്. This be M1, this be M2, this be M3. One masses ഉണ്ട്. Okay. All the three masses are having distances from its to its, അതായത് rotating shaft ഉണ്ട്. ഇതാണ് ഷാഫ്റ്റ്, പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡ്. ഇവിടെയാണ് ഷാഫ്റ്റ് ഉള്ളത്. ഓരോ മാസിലേക്കുള്ള ഡിസ്റ്റൻസ് R1, R2, R3. ഇനി വിത്ത് റെസ്പെക്ട് ആൻഡ് എക്സ് ആക്സിസ് ഇതിന്റെ ഇൻക്ലിനേഷൻസ്, ഓറിയന്റേഷൻസ് പറയാം. this be theta 1, this be theta 2, this be theta 3. മൂന്ന് ഇൻക്ലിനേഷൻസ് ഉണ്ട്. ഹൗ വി ആർ ഗോയിങ് ടു ബാലൻസ് ദിസ്? ഇതിപ്പോ അൺബാലൻസ്ഡ് കണ്ടീഷൻ ആണ്. യു ആർ സപ്പോസ് ടു ബാലൻസ് ദിസ് വൺ എന്നാണെങ്കിൽ നമുക്ക് ഇവിടെ നേരത്തെ ഇക്വേഷൻ പ്രകാരം വി ഹാവ് ടു ആഡ് എ ബാലൻസിങ് മാസ്. ഇതിന്റെ കൂടെ ഒരു ബാലൻസിങ് മാസ് ആഡ് ചെയ്യണം. ആ ബാലൻസിങ് മാസ് ആഡ് ചെയ്യുമ്പോഴാണ് ഇത് ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നത്. എങ്ങനെയാണ് നമ്മൾ ബാലൻസിങ് മാസ് ആഡ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ, അതായത് ഇതൊരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്, ഒരു കേസ് സ്റ്റഡി പറയാം. ഓക്കെ, സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ന്യൂമറിക്കലിൽ വരും. ഈ ക്വസ്റ്റ്യനിൽ വാല്യൂസ് ഓഫ് M1, M2 and M3 ആർ ഗിവൺ. വാല്യൂസ് ഓഫ് R1, R2 and R3 ആർ ഓൾസോ ഗിവൺ. R1, R2 and R3 are also given. നിങ്ങളോട് ഈ സിസ്റ്റത്തിന് ബാലൻസ് ചെയ്യാനാണ് പറയുന്നത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, വി ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് M1, R1. M1 എന്ന മാസ് കൊണ്ട് ഉണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് M1, R1 ഒമേഗ സ്ക്വയർ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡാണ്. ഇനി അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കുമല്ലോ, റേഡിയലി ഔട്ട്വേർഡ്. സെക്കൻഡ് മാസം കൊണ്ട് ഉണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ദാറ്റ് ഈസ് M2, R2 ഒമേഗ സ്ക്വയർ. തേർഡ് ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന
സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അതും എന്താണ് റേഡിയലി ഔട്ട്വേർഡ് ആണ്. ഇതേ ലൈൻ ഓഫ് ഫോഴ്സ് ആക്ഷനിലൂടെയാണ് വരിക. ദാറ്റ് ഈസ് M3RT omega square. ഇതൊക്കെ ഓരോ എന്താണ് ഫോഴ്സസ് ആണ് അല്ലെ. മാസ് 1 കൊണ്ടുണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, മാസ് 2 കൊണ്ടുണ്ടാകുന്നു, മാസ് 3 കൊണ്ടുണ്ടാകുന്നു. ഇതിന്റെ എല്ലാത്തിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ ആണ്. ഫോഴ്സ് ന്യൂട്ടൺ ആണ്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഐ ആം ഗോയിങ് ടു റെപ്രസെന്റ് ദീസ് ഫോഴ്സസ് ആസ് വെക്ടേഴ്സ്. നമ്മൾ ഫോഴ്സ് അനാലിസിസ്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ചെയ്ത പോലെ തന്നെ ഞാൻ ഈ ഫോഴ്സസിനൊക്കെ വെക്ടേഴ്സ് ആയി റെപ്രസെന്റ് ചെയ്യണം. സോ ഒരു കൺവീനിയൻസ് സ്കെയിലിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യും? ആദ്യം ഐ ടേക്ക് എ പോയിന്റ് O. ഞാൻ O എന്ന് പറഞ്ഞൊരു പോയിന്റ്. ഇവിടുന്ന് ഞാനൊരു ഹൊറിസോണ്ടൽ ലൈനെ വരക്കും. കൺവീനിയന്റ് പോയിന്റ് O എടുത്തു. ഇവിടുന്ന് ആദ്യം സപ്പോസ് M1R1 ഒമേഗ സ്ക്വയർ ഒക്കെ ഇത് 30 ന്യൂട്ടണാണ് കിട്ടിയത്. ഓക്കെ, 30 ന്യൂട്ടണിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പം 30 ന്യൂട്ടൺ, അതായത് 10 ന്യൂട്ടൺ ഇസിക്കൽ 1 സെന്റിമീറ്റർ എടുത്താൽ 30 ന്യൂട്ടൺ 3 സെന്റിമീറ്റർ ആയി. അതാണ് എന്റെ സ്കെയിൽ. അതായത് 1 സെന്റിമീറ്റർ ഇസിക്കൽ 10 ന്യൂട്ടൺ. അതാണ് എന്റെ സ്കെയിൽ. സോ ഈ ഫിഗറിൽ M1ന്റെ ഓറിയന്റേഷൻ എങ്ങനെയാണോ അതേ ഓറിയന്റേഷൻ പാരലായിട്ട് ഞാൻ എന്ത് ചെയ്യും? 3 സെന്റിമീറ്ററിന്റെ ലൈൻ വരക്കും. സോ അങ്ങനെ ലൈൻ വരക്കണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് ദ വാല്യൂസ് ഓഫ് θ1, θ2, θ3. ഈ വാല്യൂസ് തന്നിട്ടുണ്ടാവും. സോ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ആയിരുന്നു. കോൺഫിഗറേഷൻ ആയിരത്തിൽ ഈ R1 എത്ര നീളത്തിൽ വേണം, M1 എത്ര സൈസിൽ വേണം, അതൊന്നും നോക്കണ്ട. ഈ ഓറിയന്റേഷൻസ് മാത്രമേ വേണം. ഓക്കെ, സോ ഒരു കോൺഫിഗറേഷൻ ആഗ്രഹം പോലെ ഒന്ന് ആദ്യം വരട്ടെ. ഓറിയന്റ് M1 corresponding to θ1, M2 corresponding to θ2, M3 corresponding to θ3. ഈ ആംഗിൾസ് ഒന്നിക്കൽ റിലേറ്റഡ് ടു ആ ഹൊറിസോണ്ടൽ ആക്സിസ് തരാം, അല്ലെങ്കിൽ റിലേറ്റീവ് ആക്സിസ് ആംഗിൾസ് തരാം. അതായത് അതായത് M1ഉം M2ഉം തമ്മിലുള്ള ആംഗിൾ തരാം, M2ഉം M3ഉം തമ്മിലുള്ള ആംഗിൾ തരാം. ഏത് രീതിയിലുള്ള ആംഗിൾസ് തരാം. ഓറിയന്റേഷൻ ഡെഫിനറ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും. സോ ആദ്യം ഞാൻ ഈ M1ന് പാരലായിട്ട് ആം ഗോയിങ് ടു ഡ്രോ. അത് 3 സെന്റിമീറ്റർ ലൈൻ. ഇതിന് പാരലായിട്ട് ഞാൻ 3 സെന്റിമീറ്റർ ലൈൻ this point A. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? OA represents M1R1 ഒമേഗ സ്ക്വയർ. M2R2 ഒമേഗ സ്ക്വയർ ഉണ്ട്. അതും പർട്ടിക്കുലർ ആയിട്ട് എത്രയും ന്യൂട്ടൺ വാല്യൂ ഉണ്ട്. സപ്പോസ് ഒരു 50 ന്യൂട്ടൺ ആണ് വിചാരിക്കാം. ആ 50 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ. ഞാൻ ഈ R2ന് പാരലായിട്ട് ഇടാറ്. R2 ആണെങ്കിൽ സോ ഈ ഫോഴ്സ് വെക്ടർ ഇവിടെ ഇങ്ങോട്ടായി, ഈ ഫോഴ്സ് വെക്ടർ റേഡിയലി ഔട്ട്വേർഡ്. അതിന്റെ ഡയറക്ഷൻ തന്നെയാണ് ഇങ്ങോട്ടായി. AB represents M2R2 ഒമേഗ സ്ക്വയർ. അടുത്ത ഇവിടെ മാസ് 3 ഉണ്ട്. തേർഡ് മാസിന്റെ വാല്യൂ പർട്ടിക്കുലർ ആയിട്ട് പറയുന്നത് ന്യൂട്ടൺ ആയിരിക്കും. ലെറ്റ് ഇറ്റ് ബി അറൌണ്ട് 55 ന്യൂട്ടൺ. 55 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 5.5 സെന്റിമീറ്റർ. സോ ഇതിന് പാരലായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ലൈൻ വരയ്ക്കും. OAB BC. ഇതാണ് അതിന്റെ arrow head. ഇത് ഇതിന് പാരലായിട്ടാണ് വരച്ചത്. നീളത്തിൽ 5.5 സെന്റിമീറ്റർ. ഇത് 3 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 5.5 സെന്റിമീറ്റർ. സോ ബാലൻസ് ചെയ്താൽ നമ്മളെ ഫോഴ്സസ് എല്ലാം എന്തായിരിക്കും? ഒരു ക്ലോസ്ഡ് പോളിഗൺ ആണ് ആയി മാറുന്നത്. Should become a closed polygon. Now this is an open polygon. So നമ്മൾ എന്താ ചെയ്യുന്നത്? We are balancing the system. So since it is converted into a balanced system, this force vector should be what? Should represent a closed polygon. ഇതൊരു closed polygon ആയി മാറും. Hence what we will do? ഇത് ഇപ്പം ഈ C എന്ന് പറഞ്ഞ പോയിന്റിൽ ഓപ്പൺ അല്ല. ആ ഓപ്പണിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും കൂടി I just close it out. നിങ്ങളെ ക്ലോസ് ചെയ്തു. വേറെ ഇതാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദിസ് വെക്ടർ OC represents the balancing force. OC എന്തിനാണ് represent ചെയ്യുന്നത്? MC/RC ഒമേഗ സ്ക്വയർ. അല്ലെങ്കിൽ MC/RC നെയാണ് OC റെപ്രസെന്റ് ചെയ്യുന്നത്.
ഒമേഗ സ്ക്വയർ എടുക്കുക, കാരണം എല്ലാത്തിലും ഒമേഗ ഉണ്ട്. ആ ഒമേഗ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ ഒ സി മെഷർ ചെയ്യാം. ഇതൊരു 3.5 സെന്റിമീറ്റർ, സോറി ഇതൊരു 2.5 സെന്റിമീറ്റർ കിട്ടുക വെച്ചാൽ 2.5 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ എത്ര? 25 ന്യൂട്ടൺസ്. നമ്മളുടെ കൗണ്ടർ ബാലൻസ് 25 ന്യൂട്ടൺസ് ഫോഴ്സ് ആണ്. അതായത് MCRC is equal to 25 ന്യൂട്ടൺ ആണ്. ഇനി ക്വസ്റ്റ്യനിൽ അതായത് ഈ RC തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അതായത് യു ആർ സപ്പോസ് ടു ബാലൻസ് this system using a balancing mass or a counter mass at a distance of 10 meters from the axis of rotation. ഇത് ഓരോന്നും ഓരോ വാല്യൂ ആയിരിക്കും. R1 ചിലപ്പോൾ ഇതൊരു 5 മീറ്റർ ആയിരിക്കാം, R2 ഒരു 6 മീറ്റർ ആയിരിക്കാം, R3 ഒരു 8 മീറ്റേഴ്സ് ആയിരിക്കാം. സോ നിങ്ങളുടെ റിക്വയർമെന്റ് എന്താ? യു ആർ റിക്വയർഡ് ടു ബാലൻസ് ദിസ് വൺ യൂസിങ് എ കൗണ്ടർ മാസ് വിച്ച് ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 meters ഫ്രം ദ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ RC 10 ആണ്. RC 10 ആണെങ്കിൽ MC എന്തായി? 25/10 ആയി അല്ലെ? 2.5 കിലോഗ്രാം ആയി മാറും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി ഇത്ര മാത്രം ചെയ്ത ബാലൻസിങ്ങിന്റെ ന്യൂമറിക്കൽ കംപ്ലീറ്റ് ആവില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കോൺഫിഗറേഷൻ ആയത്തില്, ഈ റൊട്ടേറ്റിംഗ് സിസ്റ്റത്തില് ഈ ബാലൻസിങ് മാസ് ഏത് ഇൻക്ലിനേഷനിലാണ് വെക്കേണ്ടത് എന്നും കൂടി നോക്കാം. ഇതിന്റെ ഒക്കെ ആംഗിൾ ഒരു എക്സ് ആക്സിസ് ലെവലിൽ നിന്നാണ് θ1, θ2, θ3 എടുത്തത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ സി എന്ന് പറഞ്ഞ പോയിന്റ് ഒരു ഹൊറിസോണ്ടൽ ആംഗിൾ, എന്നിട്ട് ഈ ഹൊറിസോണ്ടൽ ഇങ്ങോട്ടുള്ള ആംഗിൾ മെഷർ ചെയ്യും. ഈ ആംഗിൾ ആയിരിക്കും θc. θc എന്ന് പറഞ്ഞാൽ ഈ കൗണ്ടർ ബാലൻസിന്റെ ആംഗിൾ. സോ ഈ θc മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഹൊറിസോണ്ടലിന് അതേ θc മെഷർ ചെയ്തിട്ട് ഇതിന് പാരലായിട്ട് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഇതിന് പാരലായിട്ട് വരണം, അല്ലെങ്കിൽ ഈ ഇൻക്ലിനേഷൻ മെഷർ ചെയ്തിട്ട് വരക്കുക. സോ ഇതിങ്ങനെയാണെങ്കിൽ ഇതേ സാധനത്തിന് പാരലായിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഒരു മാസ് റെപ്രസെന്റ് ചെയ്യും. ദിസ് റെപ്രസെന്റ്സ് MC, ദിസ് റെപ്രസെന്റ്സ് RC, ഈ ടോട്ടൽ ആംഗിൾ റെപ്രസെന്റ്സ് θc. ക്ലിയർ ആണോ ഇത്? സോ സെവറൽ മാസസ് റൊട്ടേറ്റിംഗ് ഇൻ എ സിംഗിൾ പ്ലെയിനിൽ നമ്മൾ വരച്ചത് ഒരു ഫോഴ്സ് പോളിഗൺ. ഈ ഫോഴ്സ് പോളിഗൺ വരച്ച്, ഫോഴ്സ് പോളിഗൺ എന്താണ്? ഫോഴ്സസിന്റെ വെക്ടോറിയൽ റെപ്രസെന്റേഷൻ. ആ ഫോഴ്സ് പോളിഗൺ എന്നാണ് നമ്മൾ ഈ വാല്യൂ ഓഫ് MC കണ്ടെത്തുന്നത്. ഇനി RC എന്ന് പറഞ്ഞ വാല്യൂ തന്നിട്ടില്ല എങ്കിൽ ഇതിനൊക്കെ ഈ R ഉം R2 ഉം R3 ഒക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അസ്യൂം ചെയ്തെടുക്കാം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ RC 10 മീറ്റർ എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ MC എന്തായി? 25/10 2.5 ആണ്. ഇനി RC 10 അല്ല നേരിടുക, RC വെറും 5 മീറ്റർ ആണ് നേരിടുക. RC 5 ആണെങ്കിൽ MC എന്താവും? 25/5 5 കിലോഗ്രാം അല്ലെ? സോ RC കൂടുമ്പം MC കുറയും, RC കുറയുമ്പോൾ MC കൂടും. അത്ര വ്യത്യാസമുണ്ട്. സോ RCന്റെ വാല്യൂ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ നിങ്ങൾ 20 meters എടുത്ത് നേരിടുക. സോ 25/20 എത്രയാണ് കിട്ടുന്നത്? അത്രയും ചെറിയ കൗണ്ടർ മാസ്, അത്രയും സ്മോൾ കിലോഗ്രാമുള്ള കൗണ്ടർ മാസ് ഇവിടെ വെച്ചാൽ മതി. പക്ഷേ ഈ ഡിസ്റ്റൻസ് കുറെ കൂടുന്നേ ഉള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? സെവറൽ മാസസ് റൊട്ടേറ്റിംഗ് ഇൻ എ സിംഗിൾ, ഒരു സിംഗിൾ പ്ലെയിനിൽ കുറെ മാസസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സിംഗിൾ പ്ലെയിനിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഫോഴ്സസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. വി ഡോണ്ട് ഹാവ് ടു കൺസിഡർ ദി ഓർ ദർ ഇസ് നോ ജനറേഷൻ ഓഫ് കപ്പിൾസ് ഹിയർ. സോ നമുക്ക് കപ്പിൾസിനെ പറ്റി ആലോചിക്കണ്ട. ഇത് തന്നെയാണ് പ്യൂർലി സ്റ്റാറ്റിക് ബാലൻസ്. ഇപ്പൊ നമ്മൾ ചെയ്ത സാധനമാണ് സ്റ്റാറ്റിക് ബാലൻസ്. അത് നമ്മൾ എന്താ, നമ്മൾ വി കൺസിഡർ ഓർ വി ഹാഡ് ടു ഡീൽ വിത്ത് ഓൺലി ദി ഫോഴ്സസ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സസിനെ കൊണ്ടും ഫോഴ്സസിനെ മാത്രമേ ഡീൽ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. Is this clear? Yes, sir. Yes, sir. ഇതെന്താണ്? ഇത് ഈ സിസ്റ്റം ബാലൻസ്ഡ് അല്ലാത്തതുകൊണ്ട് നിങ്ങളോട് എന്ത് പറഞ്ഞു? നിങ്ങളോടൊരു കൗണ്ടർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു. ഇനി ഇതേ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചിലപ്പോൾ ചോദിക്കാം. അതായത് ഇങ്ങനൊരു സിസ്റ്റം ഉണ്ട്, ഈ സിസ്റ്റം ബാലൻസ്ഡ് ആണ് എന്ന് പറയും.
ഇതേപോലത്തെ ഒരു ഫിഗറോ അല്ലെങ്കിൽ കണ്ടീഷൻ ഓരോ മാസം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ കണ്ടീഷൻ നിങ്ങൾക്ക് ഓക്കെ. ബട്ട് ഇത് ബാലൻസ്ഡ് ആണ് എന്ന് പറയും. This system is balanced എന്ന് പറയും. And you will be required to find out the angles theta A, theta B and theta C. അതായത് M1ന്റെ വാല്യൂ, M2ന്റെ വാല്യൂ, M3ന്റെ വാല്യൂ വരും, R1 R2 R3ന്റെ വാല്യൂസ് വരും. നിങ്ങളോട് എന്താ ചെയ്യാൻ പറയാം? നിങ്ങളോട് പറയും തീറ്റ എ, തീറ്റ ബി, തീറ്റ സി ഈ മൂന്നെണ്ണത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ചിലപ്പം പറയാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാം. ഇതുവരെ വന്നില്ല, ബട്ട് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അതായത് അതെപ്പോഴാണ് ചോദിക്കാം? വെൻ ദ വാല്യൂസ് ഓഫ് M1, M2, M3 ആർ ഗിവൺ, R1 R2 R3 ആർ ഗിവൺ and it is said that the system is in balance. System balanced ആണ്, സ്റ്റാറ്റിക് ബാലൻസ്ഡ് ആണ് എന്ന് പറയും. And you will be asked to find out the relative positions of each masses. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? വി ആർ സിംപ്ലി ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ഒമേഗ. ഡെഫിനറ്റ്ലി തന്നിട്ടുണ്ടാവും. നമ്മൾ ഇവിടെയും ചെറിയൊരു ഫോഴ്സ് വെക്ടർ കൺസെപ്റ്റ് തന്നെയാണ് എടുക്കുന്നത്, ബട്ട് നോട്ട് പ്യൂർലി ദി ഫോഴ്സ് പോളിഗൺസ്. നമുക്ക് ഒമേഗ കോമൺ ആയതുകൊണ്ട്, ഒമേഗ എല്ലാ മാസിനും സെയിം ആയതുകൊണ്ട് ഒമേഗ ഒഴിവാക്കാം. നമുക്ക് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി പറഞ്ഞാൽ കണ്ടീഷനിൽ നിങ്ങൾ എന്താ ഇതിൽ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് തീറ്റ എ, തീറ്റ ബി, തീറ്റ സി. ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടില്ല. റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് മാസസ്. നിങ്ങൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? M1 R1 കാൽക്കുലേറ്റ് ചെയ്യണം, M2 R2 കാൽക്കുലേറ്റ് ചെയ്യണം, M3 R3 കാൽക്കുലേറ്റ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യും? M1 R1 എത്രയെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടുമല്ലോ, ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക, ഹൊറിസോണ്ടൽ ലൈൻ. ആ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് ഹൊറിസോണ്ടൽ ലൈൻ. ഇത് O ആണ്, X ആണ് വിചാരിക്കുക. ഈ OX റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനാണ്? M1 R1 ആണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? O സെന്റർ ആക്കി വെച്ചിട്ട് M2 R2 ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടുമല്ലോ, ഇതിനൊരു വാല്യൂ കിട്ടും, ഇതിനൊരു വാല്യൂ കിട്ടും, ഇതിനൊരു വാല്യൂ കിട്ടും. ഈ M2 R2ന്റെ വാല്യൂ കോമ്പസിൽ എടുത്തിട്ട് O സെന്റർ ആക്കി വെച്ചിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അടുത്ത എന്താ വെച്ചാൽ M3 R3ന്റെ വാല്യൂ ഉണ്ട്, ആ വാല്യൂ റേഡിയസ് ആക്കിയിട്ട് X സെന്റർ ആക്കിയിട്ട് മറ്റൊരു ആർക്ക് കട്ട് ചെയ്യുക. ഇവിടെ ഒരു പോയിന്റ് ഇടും നമുക്ക്. ജോയിൻ ദിസ് ടു O, ജോയിൻ ദിസ് ടു X. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് M3 R3, M2 R2. ഇത് റെപ്രസെന്റ് M3 R3. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം ഈ മാസ് M1 ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് ജസ്റ്റ് അസ്യൂം ചെയ്യാം. നമുക്ക് മാസ് M1 എത്ര ആംഗിളിലാണെന്ന് തന്നിട്ടില്ല. നമ്മൾ ചോദിച്ചിട്ടുള്ളത് M1, M2, M3 തമ്മിലുള്ള ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്. സോ മാസ് M1 ഒരു പർട്ടിക്കുലർ ഹൊറിസോണ്ടൽ 0 ഡിഗ്രിയിലാണ് ചോദിച്ചത്. ഞാൻ ഇങ്ങനെ ഒരു M1 റെപ്രസെന്റ് ചെയ്യും. ഇങ്ങനെ M1 റെപ്രസെന്റ് ചെയ്താൽ അടുത്ത M2 വരക്കണ്ടെങ്കിൽ ഈ ആംഗിൾ എടുത്താൽ ഈ ആംഗിൾ ആയിരിക്കും M1 M2 തമ്മിലുള്ളത്. സോ ഈ ആംഗിൾ എടുത്തിട്ട്, അതായത് ആംഗിൾ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കണ്ടോ. സോ ആംഗിൾ നമുക്ക് എന്ത് ചെയ്താൽ ഈ ആംഗിൾ മെഷർ ചെയ്യാം. എന്നിട്ട് ഈ സെന്ററിൽ നിന്ന് ഇതിന് പാരലൽ ഈ ആംഗിളിൽ ഒരു ലൈൻ വരക്കാം. അടുത്ത് എന്ത് ചെയ്യാം? M2 M3 തമ്മിലുള്ള ആംഗിൾ മെഷർ ചെയ്യാം. അത് മെഷർ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഈ ആംഗിൾ. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകിൽ ആ ആംഗിൾ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഈ ആംഗിൾ ആയാലും മതി. ഇതിപ്പം X ആയിട്ട് നമ്മൾ എടുത്തില്ലേ, സോ ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഈ ആംഗിൾ എത്രയാണ് മെഷർ ചെയ്യുക? ആംഗിൾ മെഷർ ചെയ്തിട്ട് ഇതിന് പാരലൈറ്റ് ഇങ്ങനെ നടക്കുക. ഇവിടെ എന്ത് കിട്ടി? നമുക്ക് 3 റിലേറ്റീവ് ആംഗിൾസ് കിട്ടി. തീറ്റ എ കിട്ടി, തീറ്റ ബി കിട്ടി, തീറ്റ സി. ഓക്കെ, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം. ഇതുവരെ ചോദിച്ചാൽ ചിലപ്പോൾ ചോദിക്കാം. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓൾറെഡി ബാലൻസിലാണ് എന്ന് പറയും.
എന്നിട്ട് നിങ്ങളോട് റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് മാസസ് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? Is it clear? Yes, sir. So this was totally related to static balance. Again, we only thought about the centrifugal forces, nothing about centrifugal couples. Okay. Several masses rotating in different planes. അതെന്താ നോക്കാം. പല മാസുകൾ പല പ്ലെയിനുകളായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ. റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ആണ്. റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിൽ ഫസ്റ്റ് ഒരു മാസം. ഓക്കെ. രണ്ടാമതൊരു മാസം MB. മൂന്നാമത്തെ ഒരു മാസം MC. നാലാമത്തെ ഒരു മാസം ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നത്. These are viewing direction. It means MA ഈ viewing directionൽ ഒരു ഹൊറിസോണ്ടൽ ആക്സിസ്, ഒരു എക്സ് ആക്സിസ് വരച്ചാൽ എക്സ് ആക്സിന്റെ മേലെ കൂടെ പോകുന്നതാണ്. MB ആണെങ്കിൽ ഇവിടെ ഒരു എക്സ് ആക്സിസ് ഉണ്ടെങ്കിൽ ഇതൊരു ആംഗിൾ ഉണ്ട്. That is angle theta B. MD ഒരു എക്സ് ആക്സിസിലെ കൂടെ വരച്ചാൽ അതിന് തീറ്റ സി ആംഗിൾ. MD again ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് വരച്ചാൽ ഇതെന്താണ്? ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ആംഗുലർ വെലോസിറ്റി ഒമേഗ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഷാഫ്റ്റിന് മേലെ പല പല പ്ലെയിനുകളിലായിട്ട് പല മാസസ് വെച്ചിട്ടുണ്ട്. ഈ ഫിഗർ ക്ലിയർ ആവുന്നുണ്ടോ? ഫിഗർ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഞാൻ വരച്ചത് എന്താ ഉദ്ദേശം എന്നുള്ളത്? സോ ഇത് ഒരു പ്ലെയിനിലാണ്. ഈ പ്ലെയിനിന് ഞാൻ എ എന്ന് പേര്. പ്ലെയിൻ ഇവിടെ ഒരു പ്ലെയിൻ, ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട്, പ്ലെയിൻ സി, ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട്, പ്ലെയിൻ ടി. ABCD പ്ലെയിനിലായിട്ട് ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട്. ഓക്കെ, ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് റഫായിട്ട് നിങ്ങൾ വരച്ചെടുത്താം. വെറുതെ റഫായിട്ട്, കാരണം ഞാനിതിപ്പോൾ വായിക്കും. റഫായിട്ട് ഒന്ന് വരച്ചാൽ പെട്ടെന്ന് വരക്കാം, എന്നിട്ട് എന്നോട് പറയാം. കാരണം ഈ ഫിഗർ വായിച്ചിട്ട് ഒരിക്കലും നമുക്ക് ക്വസ്റ്റ്യനിൽ ഈ റെപ്രസെന്റേഷൻ തരൂല. ക്വസ്റ്റ്യനിൽ റെപ്രസെന്റേഷൻ തരാം, തരാതിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് വേർഡ്സ് ആയിട്ടായിരിക്കും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ നിന്ന് നിങ്ങൾ ആ ഫിഗർ ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയാന്ന് ഞാൻ പറയാം. ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്താൽ.
വരച്ചോ? വരച്ചോ ഇത്? സർ വരക്കല വരക്കല. വരച്ചാ? Yes, sir. Okay. So ഇവിടെ because the masses are locating in different planes, definitely centrifugal forces ഉണ്ട് അതിലപ്പോ. ആ ഫോഴ്സസ് കൊണ്ട് ഡിഫറെന്റ് കപ്പിൾസ് ഉണ്ടാകും. കാരണം ഇതേ പ്ലെയിനിലാണ് ബി, ഇതേ പ്ലെയിനിലാണ് സി, ഇതേ പ്ലെയിനിലാണ് ഡി എങ്കിൽ കപ്പിൾസ് ജനറേറ്റ് ആവില്ല. എല്ലാം കൂടി ഒരു പ്ലെയിനിലാണ്. അതാണ് നമ്മൾ തൊട്ട് മുന്നേ നോക്കുന്നത്. ബട്ട് ഈ കണ്ടീഷനിൽ ഓരോ പ്ലെയിൻസ് തമ്മിലും ദേ ഹാവ് ഡെഫിനിറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ദാറ്റ് മീൻസ് ഓൾ ആർ ഇൻ ഡിഫറെന്റ് പ്ലെയിൻസ്. സോ ഡെഫിനറ്റ്ലി ഇവിടെ കപ്പിൾസും ജനറേറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം ബാലൻസ് ചെയ്യാൻ വേണ്ടി യൂഷ്വലി വാട്ട് വി ഡു ഈസ്, നമുക്കിപ്പോൾ ഈ സിസ്റ്റത്തിന് ഒരു സിംഗിൾ മാസ് കൊണ്ട് ബാലൻസ് ചെയ്യും. ബട്ട് സിംഗിൾ മാസ് കൊണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഒന്നിക്കല് ഇപ്പം ഈ ഒരു സിസ്റ്റം ഇപ്പൊ ഇതിന് ഒരുപാട് സ്ഥലമൊന്നും ഇല്ല എന്ന് വിചാരിക്കാം. ഒരു എന്താ പറയാ സ്പേസിന്റെ കൺസ്ട്രെയിൻസ് ഉണ്ട് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു എഞ്ചിന്റെ ഉള്ളിൽ ഇതേപോലെ റൊട്ടേറ്റിംഗ് മാസസും റെസിപ്രോക്കേറ്റിംഗ് മാസസിനൊക്കെ ബാലൻസ് ചെയ്യണമെങ്കിൽ എഞ്ചിനിൽ നമുക്ക് കുറെ സ്ഥലം ഉണ്ടാക്കി എടുക്കാനൊന്നുമില്ല കൗണ്ടർ മാസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? സിംഗിൾ മാസ് ആണെങ്കിൽ ഒന്നിക്കൽ ആ മാസും ഈ റൊട്ടേറ്റിംഗ് ബോഡിയും തമ്മിൽ ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ മാസ് ഹ്യൂജ് ആയിരിക്കണം. അല്ലെങ്കിൽ കുറെ സ്പേസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ചെറിയ കിലോഗ്രാമുള്ള മാസും പക്ഷെ അങ്ങനത്തെ റൊട്ടേറ്റിംഗ് ബോഡിയിൽ നിന്ന് കുറെ അധികം ഡിസ്റ്റൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആറും എമ്മും തമ്മിലുള്ള റിലേഷൻ. സോ ഈ ഒരു ആംബിഗ്വിറ്റി അവിടെ, അതായത് ഹ്യൂജ് മാസവും ചെറിയ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലാർജ് ഡിസ്റ്റൻസ് സ്മോൾ മാസ്, ഈ ഒരു ആംബിഗ്വിറ്റി ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ്സ് ഓൾവേസ് കംഫർട്ടബിൾ ടു ബാലൻസ് സച്ച് എ സിസ്റ്റം യൂസിങ് ടു ബാലൻസിങ് മാസസ്. രണ്ട് ബാലൻസിങ് മാസസ് കൊണ്ട് ഇതിനെ ബാലൻസ് ചെയ്യാം. അതായിരിക്കും ഏറ്റവും നല്ലത്. സോ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് രണ്ടിനും ഏകദേശം സെയിം ഡിസ്റ്റൻസ് എടുത്തിട്ട് ഓൾമോസ്റ്റ് എന്താ പറയുക ഒരു ഭാഗത്തിന്റെ വലിയ മാസ് വരാത്ത രീതിയിൽ മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വെക്കാം. ഇനി അങ്ങനെ രണ്ട് മാസുകൾ ഇതിൽ കൗണ്ടർ ബാലൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രണ്ട് മാസുകളും രണ്ട് ഡിഫറെന്റ് പ്ലെയിൻസിലാണ്. ഇത് പ്ലെയിൻ എ, പ്ലെയിൻ ബി, പ്ലെയിൻ സി, പ്ലെയിൻ ഡി എന്ന് പറയുന്നതാണ്. The two counter masses should be acting in two different planes. ആ രണ്ട് ഡിഫറെന്റ് പ്ലെയിനും എവിടെ വേണമെങ്കിലും വെക്കാം. ഈ ഷാർട്ട് ഏത് പൊസിഷനിൽ ഞാൻ വെക്കാം. ഇതിന്റെ ഒക്കെ ഇടയിൽ വെക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ദൂരെ വിട്ടിട്ട് രണ്ട് എൻഡിൽ വെക്കാം. ഏത് രീതിയിലും നമുക്ക് ആ മാസ് വെക്കാം. മനസ്സിലാവുന്നുണ്ടോ? അത് ക്ലിയർ ആണോ? ഓക്കെ. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ്, ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ മാസിന്റെ, അതായത് ഈ പ്ലെയിൻസിന്റെ ഇടയിൽ രണ്ട് പ്ലെയിൻ ആയിട്ട് ആ പ്ലെയിനിലാണ് ഞാൻ രണ്ട് ബാലൻസിങ് മാസ് വെക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഐ പ്ലേസ് പ്ലെയിൻ ബിറ്റ്വീൻ പ്ലെയിൻസ് എ. ഇവിടെയുള്ള പ്ലെയിൻ എയും ഇവിടെയുള്ള പ്ലെയിൻ ബി, ഈ രണ്ട് പ്ലെയിനിന്റെ ഇടയിൽ ഞാൻ പ്ലെയിൻ ബി എൽ, ഇവിടെ ഞാൻ ബാലൻസിങ് മാസ് എം എൽ വെക്കും. നെക്സ്റ്റ് ഈ സിന്റെയും ഡിന്റെയും ഇടയിൽ ഞാൻ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യും, പ്ലെയിൻ എം. ഇവിടെ ഐ കീപ് ദ ബാലൻസിങ് മാസ് എം എം. ഓക്കെ. ഈ ബാലൻസിങ് ഓഫ്
സെവറൽ റൊട്ടേറ്റിംഗ് മാസ് ആൻഡ് ഡിഫറെന്റ് പ്ലെയിൻസ് കണ്ടീഷനിൽ ഇങ്ങനൊരു ഫിഗർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ബട്ട് ഇനി ഞാൻ വരക്കാൻ വന്ന രണ്ട് ഫിഗേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെ കിട്ടിയാലും ഈ രണ്ട് ഫിഗർ ആദ്യം നമ്മൾ റഫായിട്ട് വരച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ന്യൂമറിക്കൽ ചെയ്യാനുള്ള ഐഡിയ കിട്ടും. ഈ ഫിഗറിൽ ഇനി വരക്കാൻ പോകുന്ന രണ്ട് ഫിഗേഴ്സ്. ഓക്കെ, സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഐ എം ഗോയിങ് ടു ബാലൻസ് ദ സിസ്റ്റം യൂസിങ് ടു കൗണ്ടർ മാസസ് ഓർ ടു ബാലൻസിംഗ് മാസസ്. One will be attached in a plane which will be kept between planes A and B. That will be plane L. അവിടെയുള്ള മാസിനെ ഞാൻ ML എന്ന് പേര് കൊടുക്കും. അടുത്തത് ബിറ്റ്വീൻ C and D. പ്ലെയിൻ C and D ന്റെ ഇടയിൽ ഐ വിൽ ബി കീപ്പിംഗ് എ പ്ലെയിൻ ക്യാപിറ്റൽ M. ആ പ്ലെയിനിൽ ഞാൻ ഒരു കൗണ്ടർ മാസ്, അടുത്ത കൗണ്ടർ മാസ് ആഡ് ചെയ്യും. അതിന് ഞാൻ MM എന്ന് പേര് കൊടുക്കും. ഇനി ഈ സിസ്റ്റത്തിന് മാറ്റിയിട്ട് ഞാൻ ഐ എം ഗോയിങ് ടു ട്രാൻസ്ഫോം ദിസ് സിസ്റ്റം ഇൻ ടു ഡിഫറെന്റ് പിക്ചേഴ്സ്. രണ്ട് ഫിഗേഴ്സ് ആയിട്ട് ഇതിനെ മാറ്റാൻ പോകുന്നത്. ഫസ്റ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫിഗർ വിൽ ഷോ ദ പൊസിഷൻ ഓഫ് പ്ലെയിൻസ് ഇൻ ദ മാസസ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ABCD ആ പ്ലെയിനുകളുടെ പൊസിഷൻ ഞാൻ ആദ്യം പറയാം. ഓക്കെ, അതായത് നിങ്ങൾ ഇപ്പം വരച്ച ഫിഗറിൽ ഇങ്ങനെയുള്ള ഫിഗറിൽ ഒരു മാസം ഇടാം, ഒന്ന് ഇടാം, ഒന്ന് ഇടാം, ഒന്ന് ഇടാം, ഇങ്ങനെയാണ് അല്ലെ. ഇതിന് ഞാൻ ഇവിടുന്ന് നോക്കുന്ന ഒരു ഫിഗറും ഈ സൈഡിൽ നിന്ന് നോക്കുന്ന ഒരു ഫിഗറും, ഇത് പ്ലെയിൻ എ, പ്ലെയിൻ ബി, ഇവിടെ പ്ലെയിൻ സി, ഇവിടെ പ്ലെയിൻ ഡി ഉണ്ടായിരുന്നു. ഓക്കെ, ഈ രണ്ട് വ്യൂവിലുള്ള ഫിഗേഴ്സ് ഞാൻ വരക്കാൻ പോകുന്നത്. നിങ്ങൾ ഇവിടുന്ന് നോക്കിയാൽ ഇവിടുന്ന് ഇവിടെ പ്ലെയിൻ എ ഉണ്ട്, ഇവിടെ പ്ലെയിൻ ബി ഉണ്ട്, അതിന്റെ അപ്പുറത്ത് പ്ലെയിൻ സി ഉണ്ട്, ലാസ്റ്റ് പ്ലെയിൻ ഡി ഉണ്ട്. പ്ലെയിൻ എ, പ്ലെയിൻ ബി, പ്ലെയിൻ സി, പ്ലെയിൻ ഡി, ഇങ്ങനെ 4 പ്ലെയിനുകൾ മാത്രം കാണും ഇവിടെ നോക്കുമ്പോൾ. മാസുകൾ റെപ്രസെന്റ് ചെയ്യണം. സോ ഇവിടെ നോക്കുമ്പോൾ കാണുന്ന പൊസിഷൻ ഓഫ് പ്ലെയിൻസ് കാണിക്കുന്ന ഒരു ഫിഗർ ആയിരിക്കും. രണ്ടാമത് ഞാൻ ഇവിടെ നോക്കും. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ഈ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിന് ഒരു പോയിന്റ് ആയിട്ട് കാണും. അവിടെ ഈ മാസസ് A എന്ന് പറഞ്ഞ മാസമാണ്, രണ്ടാമത്തെ മാസം ഇത്ര ആംഗിളിലാന്ന് കാണും, മൂന്നാമത്തെ മാസം ഇത്ര ആംഗിളിലാന്ന് കാണും, നാലാമത്തെ മാസം ഇത്ര ആംഗിളിലാണ്. ആംഗുലാർ പൊസിഷൻ ഓഫ് മാസസ് കാണിക്കുന്ന ഫിഗറാണ് സെക്കൻഡ് ഫിഗർ. ഒരു ഫിഗർ ഞാൻ ഇവിടെ നോക്കും, ഇവിടെ നോക്കുമ്പോൾ ഞാൻ ഈ പ്ലെയിനിന്റെ പൊസിഷൻസ് കാണും. ഈ പ്ലെയിനുകളൊക്കെ എന്റെ വ്യൂവിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സിംഗിൾ ലൈൻ പോലെ എനിക്ക് കാണും. രണ്ടാമത്തെ ആംഗുലാർ പൊസിഷൻ ഓഫ് മാസസ്. ഒരു മാസം ഇങ്ങനെ കാണും, ഒരു മാസം ഇവിടെ ഇങ്ങനെ കാണും, ഒരു മാസം ഇങ്ങനെ കാണും, ഒരു മാസം ഇങ്ങനെ കാണും. ഈ രണ്ട് ഫിഗേഴ്സ് ഞാൻ വരക്കാൻ പോകും. സോ ഫസ്റ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ ഫിഗർ ഷോയിങ് ദി പൊസിഷൻ ഓഫ് ഡിഫറെന്റ് പ്ലെയിൻസ്. ആ ഫിഗർ കാണിക്കുന്നത് പറഞ്ഞാൽ ആദ്യം ഹൊറിസോണ്ടൽ ലൈൻ കിടക്കും. ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ ഈ സൈഡിൽ നിന്ന് നോക്കുന്നത്. ഫസ്റ്റ് പ്ലെയിൻ എ ആണ്, ഞാനിവിടെ പ്ലെയിൻ എ എന്ന് വായിക്കും. രണ്ടാമത്തെ പ്ലെയിൻ ബി ആണ്, അടുത്ത പ്ലെയിൻ സി ആണ്, ലാസ്റ്റ് പ്ലെയിൻ ഡി ആണ്. ദിസ് ഈസ് ദ ഫിഗർ വിച്ച് ഷോസ് ദ പൊസിഷൻ ഓഫ് പ്ലെയിൻസ്. ഇനി രണ്ട് ബാലൻസിങ് മാസസ് വെക്കുന്നതിന് വെച്ച് ഫസ്റ്റ് മാസം എന്താ? ഐ ബി കീപ്പിംഗ് എ പ്ലെയിൻ ബിറ്റ്വീൻ എ ആൻഡ് എം. ആ പ്ലെയിൻ ഇവിടെ വെക്കും. രണ്ടാമത്തെ പ്ലെയിൻ ഐ ബി കീപ്പിംഗ് ബിറ്റ്വീൻ സി ആൻഡ് ഡി. ആ പ്ലെയിൻ ഞാൻ എം എന്നുള്ള പേര് കൊടുക്കും. രണ്ട് അഡീഷണൽ പ്ലെയിൻസ് ഉണ്ട്, എൽ ആൻഡ് എം. ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഈ കൗണ്ടർ മാസസ് വെക്കുന്ന രണ്ട് പ്ലെയിൻസ് ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു പ്ലെയിന് ഐ ഹാവ് ടു കീപ് ഇറ്റ് ആസ് എ റെഫറൻസ് പ്ലെയിൻ. ഞാൻ ഈ പ്ലെയിൻ എല്ലിന് റെഫറൻസ് പ്ലെയിൻ RP ആയിട്ട് എടുക്കും. റെഫറൻസ് പ്ലെയിനെ ഞാൻ RP എന്ന് പറഞ്ഞ് കാണിച്ചു തന്നേ. വാട്ട് വി ഹാവ് ടു ഡു, നമ്മൾ ആദ്യം നിശ്ചയിക്കേണ്ടത് രണ്ട് പ്ലെയിനുകൾ ഇവിടെ പൊസിഷൻ ചെയ്യണം. എവിടെ വേണ്ടി നമുക്ക് പൊസിഷൻ ചെയ്യാം. ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ പറയും ഈ രണ്ട് പ്ലെയിൻ, വൺ പ്ലെയിൻ ഷുഡ് ബി ബിറ്റ്വീൻ പ്ലെയിൻ എ ആൻഡ് ബി, അതർ പ്ലെയിൻ ഷുഡ് ബി ബിറ്റ്വീൻ പ്ലെയിൻ സി ആൻഡ് ഡി എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് രണ്ട് പ്ലെയിൻ വെക്കാം. രണ്ട് കൗണ്ടർ മാസസിന്റെ പ്ലെയിൻസ് വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ഐ ഹാവ് ടു കൺസിഡർ വൺ ഓഫ് ദം ടു ബി ദ റെഫറൻസ് പ്ലെയിൻ. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ റെഫറൻസ് പ്ലെയിനിന്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസസ് മാർക്ക്. ക്വസ്റ്റ്യനിൽ അത് തന്നിട്ടുണ്ടാവും, അല്ലെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും രീതിയിലുള്ള ആ പ്ലെയിനുകൾ നമ്മൾ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും ഞാൻ ഇനി പറയാൻ പോകുന്ന ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ഡാറ്റ ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ടാവും. സോ റെഫറൻസ് പ്ലെയിനിന്റെ ലെഫ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഞാൻ ഓൾവേസ് നെഗറ്റീവ് ആയിട്ട് എടുക്കും. റെഫറൻസ് പ്ലെയിൻ എയിലേക്കുള്ള ഡിസ്റ്റൻസ് LA ആണ്,
ഇതിന് ഞാൻ നെഗറ്റീവ് ആയിട്ട് എടുക്കും. റെഫറൻസ് പ്ലെയിനിന് റൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഈ ഡിസ്റ്റൻസിലേക്ക് ബി എൽ ബി എൽ സി എൽ എം ഇതൊക്കെ പോസിറ്റീവ് വാല്യൂസും റെഫറൻസ് പ്ലെയിനിന്റെ ലെഫ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നെഗറ്റീവ് വാല്യൂ. പെട്ടെന്ന് റഫായിട്ട് ഇത് വരച്ചെടുക്കും. ഈ ഫിഗർ എന്താണ്? ഇത് figure showing the position of planes of the masses. റെഫറൻസ് പ്ലെയിനിന് ലെഫ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിട്ടും റെഫറൻസ് പ്ലെയിനിന് റൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസസ് പോസിറ്റീവ് ആയിട്ടും ഉണ്ട്. പെട്ടെന്ന് സ്കെയിലൊന്നും ഉപയോഗിക്കണ്ട, റഫായിട്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചാൽ മതി. രണ്ട് കൗണ്ടർ മാസിന്റെ പ്ലെയിൻസ് വെച്ച് എല്ലും എം, അതിൽ ഒരു പ്ലെയിൻ ഞാൻ റെഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുത്തു. ക്ലിയർ? ഹർഷ? Yes, sir. രണ്ടാമത്തെ ഫിഗർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഫിഗർ ഷോസ് ദി ആംഗുലാർ പൊസിഷൻ ഓഫ് മാസസ്. ഒരു പോയിന്റ് എടുത്തിട്ട് ആദ്യത്തെ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആയിരുന്നു. ദിസ് വാസ് എൻ എ. രണ്ടാമത്തെ ഒരു ആംഗിൾ ഉണ്ടായിരുന്നു, എം ബി ഒരു ആംഗിൾ ആയിരുന്നു. മൂന്നാമത്തതിന് ഒരു ആംഗിൾ ഉണ്ടായിരുന്നു, എം സി. നാലാമത്തതിന് ഒരു ആംഗിൾ ഉണ്ടായിരുന്നു, this was theta B, theta C, theta D. ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആർ എ, ഇവിടെ നിങ്ങോട്ടുള്ളത് ആർ ബി, ഇവിടെ നിങ്ങോട്ടുള്ളത് ആർ സി, ഇവിടെ നിങ്ങോട്ടുള്ള ആർ. ഇത് ഫിഗർ നമ്പർ 2 ആണ്. Figure showing angular positions of masses. Harsham? Harshad? Yes, sir. Yes, sir. ഈ കേസിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞ അതേ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്, ബട്ട് അഡീഷണൽ ആയിട്ട് ഒരു ഫിഗറും കൂടി വരും. ദാറ്റ് ഈസ് നോൺ ആസ് കപ്പിൾ പോളിഗൺ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ വി ഹാവ് ഡ്രോൺ ഓൺലി ഫോഴ്സ് പോളിഗൺ, ബട്ട് ഈ ക്വസ്റ്റ്യനിൽ സിൻസ് കപ്പിൾസ് ആർ ഓൾസോ ജനറേറ്റഡ് വി ഹാവ് ടു ക്രിയേറ്റ് എ കപ്പിൾ പോളിഗൺ ഓൾസോ. എല്ലാ പോളിഗണും ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വി ക്യാൻ ക്രിയേറ്റ് എ ടേബിൾ. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഈ ടേബിളിൽ
സോറി, ടേബിളിൽ വേണ്ടുന്ന കണ്ടൻസ് ആണ് എഴുതുക. ഫസ്റ്റ് വൺ ഷോസ് ദ ഡിഫറെന്റ് പ്ലെയിൻസ്. രണ്ടാമത്തത് മാസ്. മൂന്നാമത്തെ കോളം എന്റെ കൂടെ തന്നെ വരച്ചോട്ടാ. റേഡിയസ്. റേഡിയസ് പറഞ്ഞാൽ ആർ വാല്യൂ. നാലാമത്തത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണ്? എം ആർ ഒമേഗ സ്ക്വയർ. എല്ലാത്തിനും ഒമേഗ കോമൺ ആയതുകൊണ്ട് ഒമേഗ ശരിക്കും വെക്ടറിൽ നമ്മൾ വരക്കേണ്ട ആവശ്യമില്ല. സോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ എന്നുള്ള വാല്യൂ ആണ് ഈ കോൾ ചെയ്യുന്നത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എം ആർ ഒമേഗ സ്ക്വയർ ആണ്. അത് ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒമേഗ സ്ക്വയർ ക്യാൻസൽ ആണ്. സോ ഇവിടെ വരുന്ന വാല്യൂ പ്രൊഡക്റ്റ് ഓഫ് എം ഇൻറ്റു ആർ. അടുത്തത് ഡിസ്റ്റൻസ് ഫ്രം ദി റഫറൻസ് പ്ലെയിൻ. Distance from the reference plane. റെഫറൻസ് പ്ലെയിൻ നമ്മൾ പ്ലെയിൻ എൽ ആയിട്ട് എടുക്കുക. ആ എൽ എന്നുള്ള ഡിസ്റ്റൻസുകളാണ് ഇവിടെ വരുന്നത്. സോ ഈ വാല്യൂ എൽ എന്നുള്ള വാല്യൂ, എൽ എ, എൽ ബി, എൽ സി കുറെ വാല്യൂസ് ഉണ്ട്. ലാസ്റ്റ് വൺ ദ ജനറേറ്റഡ് കപ്പിൾസ് ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. ഈ കപ്പിളിന്റെ വാല്യൂ എന്താണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദാറ്റ് മീൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എം ആർ ഒമേഗ സ്ക്വയർ ആണ്. അതിന് ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇൻറ്റു എൽ. ദാറ്റ് മീൻസ് എം ആറിൽ ഒമേഗ സ്ക്വയർ. അത് ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ എടുത്താൽ ഈ കോളത്തിൽ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് എം ഇൻറ്റു ആർ ഇൻറ്റു എൽ ആണ്. ഇങ്ങനെ ഒരു കോളം നമ്മൾ ഒരു ടേബിളർ കോളം ക്രിയേറ്റ് ചെയ്യും. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എഴുതും. ഓക്കെ, ഫസ്റ്റ് ഏതൊക്കെ പ്ലെയിൻ? ഫസ്റ്റ് പ്ലെയിൻ എ ആണ്. എയിലുള്ള മാസ് എം എ, അതിന്റെ ഡിസ്റ്റൻസ് ആർ. ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്തായിരിക്കും? എം എ ഇൻറ്റു ആർ. ആ ഫസ്റ്റ് ഫിഗർ, അതായത് ഫിഗർ ഷോയിങ് പൊസിഷൻ ഓഫ് പ്ലെയിൻസ്, അതിൽ നിന്ന് മനസ്സിലാവും റെഫറൻസ് പ്ലെയിൻ എല്ലിൽ നിന്ന് എം എയിലേക്കുള്ള ഡിസ്റ്റൻസ് മൈനസ് എം എ ആയിരുന്നു. മൈനസ് എൽ. അപ്പൊ ഇവിടെ കിട്ടേണ്ട വാല്യൂ എന്താ? എം ഇൻറ്റു ആർ എല്ലാണ്. അതായത് എം ആർ ഇവിടെ ഉണ്ട്, എൽ ഇവിടെ ഉണ്ട്. സോ ദിസ് വിൽ ബി മൈനസ് ഓഫ് എം എ ആർ എ. സെക്കൻഡ് പ്ലെയിൻ ബി, എം ബി ആർ ബി, എം ബി ആർ ബി, ഡിസ്റ്റൻസ് ഈസ് എൽ ബി പ്ലസ് ആണ് എം ബി ആർ ബി എൽ ബി. അടുത്ത പ്ലെയിൻ സി, സോറി ബി പ്ലെയിൻ വരുന്നതിന്റെ നമ്മൾക്ക് എ എന്ന് പറഞ്ഞ പ്ലെയിൻ ആയിട്ട് നമ്മുടെ റെഫറൻസ് പ്ലെയിൻ കാണിച്ചിട്ടുണ്ട്, അത് മറന്നു. സെക്കൻഡ് ബി അല്ല, സോറി എൽ ആണ്. എ കഴിഞ്ഞിട്ട് നമ്മളെ പ്ലെയിൻ അതേ ഓർഡറിൽ എഴുതുക. എൽ ആണ് വരുന്നത് അല്ലെ. എല്ലിലുള്ള മാസ് എം എൽ. ഈ എം എൽ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കൗണ്ടർ മാസ്. അതിന്റെ ഡിസ്റ്റൻസ് ആർ എൽ, എം എൽ ആർ എൽ. ഇവിടെ റെഫറൻസ് പ്ലെയിനിൽ നിന്ന് ഈ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ്, റെഫറൻസ് പ്ലെയിൻ തന്നെയാണ് എൽ. സോ ആ റെഫറൻസ് പ്ലെയിനിൽ നിന്ന് അതിലേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ 0 ആണ്. ആ ഡിസ്റ്റൻസ് ഇല്ല, ദിസ് ഈസ് 0. സോ ഈ കോളം ഉണ്ടോ? ഇതും 0 ആയി മാറും. അടുത്തതാണ് പ്ലെയിൻ ബി. സോ ഇവിടെ എം ബി, ഇത് ആർ ബി,
NB RB ഇത് പ്ലസ് LB NB RB LB. അടുത്ത പ്ലെയിൻ ഏതാ? സി ആണ്. MC RC MC RC ഇത് LC MC RC LC. സി കഴിഞ്ഞ് നമ്മൾ അടുത്ത റെഫറൻസ് പ്ലെയിൻ ആണ്. അടുത്ത റെഫറൻസ് പ്ലെയിനില്ല, കൗണ്ടർ മാസ് വെക്കേണ്ട പ്ലെയിൻ ആണ് അടുത്തത്. ആ പ്ലെയിൻ M ആണ്. എമ്മിലെ മാസ് M ആണ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട മാസാണ്. അതിന്റെ ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓഫ് ഗ്രാവിറ്റി RN, this is NRN, this is LN. അത് നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ഓഫ് പ്ലെയിൻസിൽ വരച്ചതാണ്. എല്ലാം മാർക്ക് ചെയ്തില്ല, കഴിഞ്ഞ ഫിഗറിൽ മാർക്ക് ചെയ്തില്ല എല്ലാം. ലാസ്റ്റ് വരുന്ന MN RN LN. ലാസ്റ്റ് റോ എന്ന് പറഞ്ഞാല് ഫൈനൽ പ്ലെയിൻ D ആണ്. അവിടെ മാസ് MD, ഡിസ്റ്റൻസ് RD, MD RD, LD, DE, MD, RD, MD. ഇതിൽ ഡെഫിനറ്റ് ആയിട്ടും ക്വസ്റ്റ്യനിൽ MA RA പിന്നെ ഈ ഡിസ്റ്റൻസസ് എല്ലിന്റെ വാല്യൂസ് ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. നമ്മൾ അൺനോൺ വാല്യൂ എപ്പോഴും ML-ഉം MM-ഉം ആയിരിക്കും. ഈ രണ്ട് മാത്രമായിരിക്കും അൺനോൺ വാല്യൂ. ബാക്കി എല്ലാ വാല്യൂയും ഒരു രീതിയിലുള്ള മറ്റൊരു രീതിയിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. സോ നമുക്ക് ഈ കോളത്തിൽ ഓൾവേസ് look at this one. First take the values of the couples. മാസസും അതായത് ഈ ML-MM ഒഴിച്ച് ബാക്കി ഇതിലെ എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതിനൊരു വാല്യൂ ഉണ്ടാവും, ഇതിനൊരു വാല്യൂ ഉണ്ടാവും, ഇതിനൊരു വാല്യൂ ഉണ്ടാവും, ഇതിനൊരു വാല്യൂ ഉണ്ടാവും, ഇതിനൊക്കെ ഒരു വാല്യൂ ഉണ്ട് അല്ലെ. കപ്പിളാണ് ന്യൂട്ടൺ മീറ്റർ വാല്യൂസ് എന്ന് പറയുന്നത്. ന്യൂട്ടൺ മീറ്റർ വാല്യൂ ഒന്നും നമ്മൾ ശരിക്കും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതും ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ ചെയ്യുന്നത് M×R ആണ്. ഇവിടെ M×R, ഇവിടെ M×R. സോ യൂണിറ്റ് എന്നത് പ്രത്യേകിച്ച് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ബട്ട് സ്റ്റിൽ ന്യൂട്ടൺ മീറ്റർ എന്ന കൺസിഡറേഷനിൽ തന്നെ പോവാം. മനസ്സിലാവുന്നുണ്ടോ? സോ ഈ കപ്പിൾ പോളിനുള്ളിൽ തന്നെ നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടും, ഇതിന്റെ വാല്യൂ കിട്ടും, ഇതിന്റെ വാല്യൂ കിട്ടും, ഇതിന്റെ വാല്യൂ കിട്ടും, ഇതിന്റെ വാല്യൂ കിട്ടും. ഈ ടേബിൾ നിങ്ങൾ വരച്ചാ വരച്ചു കഴിഞ്ഞാൽ വായിക്കട്ടെ. ഓക്കെ, ഞാൻ പറയുന്ന വാല്യൂസ് എല്ലാം ഇനി ശ്രദ്ധിച്ച് നോക്കണേ. ടേബിൾ നിങ്ങളുടെ കയ്യിലുണ്ട്, ഞാൻ ബോർഡിൽ നിന്ന് വായിക്കാൻ പോകുന്നതാണ്. സോ ടേബിൾ ശ്രദ്ധിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ വരച്ച ടേബിളാണ് നിങ്ങൾ നോക്കേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പിൾ പോളിഗൺ. ഫസ്റ്റ് കപ്പിൾ പോളിഗൺ ക്രിയേറ്റ്. കപ്പിൾ പോളിഗൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് വാല്യൂ. നമുക്ക് ന്യൂട്ടൺ മീറ്റർ വാല്യൂസ് ഫുൾ ഉണ്ട്. ഞാൻ നേരത്തെ സ്കെയിൽ ചെയ്യണം. 1 സെന്റിമീറ്റർ എത്രയെങ്കിലും ന്യൂട്ടൺ മീറ്റർ എടുക്കണം. എന്നിട്ട് ഐ ആം ഗോയിങ് ടു റെപ്രസെന്റ് ആ ലാസ്റ്റ് കോളത്തിൽ കിട്ടിയ എല്ലാ വാല്യൂസിനും ഞാൻ വെക്ടേഴ്സ് ആയി റെപ്രസെന്റ് ചെയ്യാൻ പോകും. ആ ലാസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് വൺ എന്താ? -MARALA, നെഗറ്റീവ് വാല്യൂ ആണ് അല്ലെ. സോ ഞാൻ എന്ത് ചെയ്യും? ആ -MARALA എന്നതിന് നെഗറ്റീവ് ഡയറക്ഷൻ ഇവിടുന്ന് ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുക്കാൻ. ഇത് കാണിക്കുന്ന -MARALA, ബാക്കിയെല്ലാം പോസിറ്റീവ് ആണ്. സെക്കൻഡ് പ്ലെയിൻ ആയിട്ടുള്ള എല്ലില് കപ്പിൾ എന്താ? 0 ആണ്. കാരണം എന്താ? അവിടെ 0 ആണ് വരിക. കാരണം വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് റെഫറൻസ് പ്ലെയിൻ ആണ് നമ്മൾ ഡിസ്റ്റൻസ്, ബാക്കി എല്ലാ പ്ലെയിനിന്റെ ഡിസ്റ്റൻസും കാണിച്ചിട്ട് കപ്പിൾസ് മെഷർ ചെയ്യുന്നത് അല്ലെ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ദ പ്ലെയിൻ എന്നാണ് നമ്മൾ മൊമെന്റ് അല്ലെ കപ്പിൾ പറയുന്നത്. സോ അവിടെ കപ്പിൾ ഇല്ല, 0 ആണ്.
ഇനി പ്ലെയിൻ ബിയിൽ എന്താ എം ബി ആർ ബി എൽ ബി. ആ എം ബി ആർ ബി എൽ ബി പോസിറ്റീവ് വാല്യൂ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സെന്റിമീറ്റർ കിട്ടിയിട്ടുണ്ട് യൂസിങ് ദ സ്കെയിൽ. ഇനി ആ എം ബി ആർ ബി എൽ ബി കാണിക്കണം. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഹൊറിസോണ്ടൽ വരക്കാൻ കാരണം പറഞ്ഞാൽ ഈ ഡയറക്ഷൻ ആണ് കിട്ടുന്നത് നമ്മളെ സെക്കൻഡ് ഫിഗർ ഉണ്ടല്ലോ, ആംഗുലർ പൊസിഷൻ ഓഫ് ദ മാസസ്. മാസ് എ ഇങ്ങനെയായിരുന്നു, മാസ് ബി ഇങ്ങനെയായിരുന്നു, ഇത് മാസ് എ, ഇത് മാസ് ബി, മാസ് സി ഇങ്ങനെയായിരുന്നു, മാസ് ബി ഇങ്ങനെയായിരുന്നു. ഈ ആംഗുലർ പൊസിഷന്റെ ഫിഗർ എന്നാണ് നമുക്ക് ഈ ഡയറക്ഷൻ കിട്ടുന്നത്. എ ഹൊറിസോണ്ടലാണ്, ഇങ്ങനെ വന്നു. സോ ബിയിലേക്ക് ഉണ്ടാകുന്ന കപ്പിള് നമ്മൾ ഒമേഗ സ്ക്വയർ കഴിഞ്ഞുകൊണ്ട് നമ്മളത് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ബേസിക്കലി. സോ അതും ഇതിന് പാരലായിരിക്കും. അത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്, നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചത്. അടുത്തത് പോസിറ്റീവ്, കപ്പിൾ തന്നെ പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ ഇതിന് പാരലായിരിക്കും. അല്ലെ ആ ആംഗിൾ നമുക്കറിയാം, ആ ആംഗിളിന് പാരലായി ആ ആംഗിൾ ഇത് ലൈൻ വരക്കും, വെക്ടർ വരക്കും. ഇങ്ങോട്ടാണ് വരിക. ഇത് റെപ്രസെന്റ് ചെയ്യുന്ന എം ബി ആർ ബി എൽ ബി ആണ്. അടുത്ത സി ആണ്, എം സി ആർ സി എൽ സി ഉണ്ട്. അതിനൊരു വാല്യൂ ന്യൂട്ടൺ മീറ്റർ വാല്യൂ, കറസ്പോണ്ടിങ് സ്കെയിലിൽ മറ്റേ സെന്റിമീറ്റർ കിട്ടും. ഇതിന് പാരലായിട്ട് ഞാൻ ചെയ്യും, ഇതിന് പാരലായിട്ട് അത് വരക്കും. ഒ എ ബി സ്മോൾ സി. അടുത്തതോ ഡി ആണ്. പ്ലെയിൻ ഡിയിലേക്ക് പോവാം. നമുക്ക് ഇവിടെ കൗണ്ടർ മാസ് വെക്കുന്ന പ്ലെയിൻ എം നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്യില്ല, ആദ്യം നിങ്ങൾ പ്ലെയിൻ ഡി കൺസിഡർ ചെയ്യും. പ്ലെയിൻ ഡി, കാരണം എം കൺസിഡർ ചെയ്താൽ നമുക്ക് ആ എം എന്ന് പറഞ്ഞ പ്ലെയിൻ ഏത് ഡയറക്ഷനിലാണ് വരുന്നത് നമ്മൾ അറിയില്ല, അതെല്ലാം കണ്ടുപിടിക്കണം. സോ നമുക്ക് അറിയുന്ന ഡയറക്ഷൻ ഡിൻ്റെതാണ്. സോ അടുത്ത എം ഡി ആർ ഡി എൽ ഡി എടുക്കുക. ആ വാല്യൂ ഇതിന് പാരലായിട്ട് വരക്കാം, ഇതിന് പാരലായിട്ട് വരക്കാം. ആ സ്കെയിലിൽ വരക്കാം, സ്മോൾ ഡി. ഓക്കെ, ഇതെന്താണ്? എം എ ആർ എ എൽ എ. ഇത് എം ബി ആർ ബി എൽ ബി. ഇത് എം സി ആർ സി എൽ സി. ഇതെന്താണ്? എം ഡി ആർ ഡി എൽ ഡി. സോ ബാലൻസ് ചെയ്യാനാണ് പോകുന്നത്. സോ ബാലൻസ് ചെയ്യണമെങ്കിൽ ഈ കപ്പിൾ പോളിഗൺ ക്ലോസ്ഡ് ആയിരിക്കും. സോ ക്ലോസിംഗ് സൈഡ് ഓഫ് ദ പോളിഗൺ അത് ഈ O ആയി ജോയിൻ ചെയ്യും. ഈ ക്ലോസിംഗ് സൈഡ് ഓഫ് ദ പോളിഗൺ എം എം ആർ എം അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ നിന്ന് നമുക്ക് എം എം ഇൻറ്റു ആർ എം ഇൻറ്റു എൽ എം ഫിസിക്കൽ ടു എത്ര സെന്റിമീറ്റർ ഉണ്ട്? ആ സെന്റിമീറ്ററിനെ റിവേഴ്സ് യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്രയും ന്യൂട്ടൺ മീറ്റർ ഉണ്ട് അല്ലെ? ന്യൂട്ടൺ മീറ്റർ വാല്യൂ ഉണ്ട്. ആർ എമ്മും നമുക്ക് തന്നിട്ടുണ്ടാവും, എൽ എമ്മും തന്നിട്ടുണ്ടാവും. അത് ഡിവൈഡ് ചെയ്താൽ എൽ എമ്മും മീറ്ററും ക്യാൻസൽ ആവും ഇല്ലേ? സോ ലാസ്റ്റ് നമുക്ക് ഇവിടെ എം എം മാത്രം ബാക്കിയാവും. കിലോഗ്രാം എന്നുള്ള മാസ് എം. സോ ആ ടേബിളാർ കോളത്തില് നിങ്ങൾ എമ്മിന്റെ അടുത്ത് എം എം കാണിച്ചിട്ടുണ്ട്. ആ എം എമ്മിന്റെ വാല്യൂ നമുക്ക് കപ്പിൾ പോളിഗണിൽ കിട്ടി. ക്ലിയർ ആവുന്നുണ്ടോ? ഈ എം എമ്മിന്റെ ഞാൻ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഇഫ് ഐ മെഷർ ദിസ് ആംഗിൾ, അതായത് ഈ എക്സ് ഡയറക്ഷന് ഇതേ ആംഗിൾ ഇതിന് പാരലായിട്ട് ഇങ്ങനെയായിരിക്കും ഈ കൗണ്ടർ മാസ് വെക്കുന്നത്. ഇത് നിങ്ങൾ ലാസ്റ്റ് ആ ഫിഗറിൽ നിങ്ങൾ ഡോട്ടഡ് ലൈനിൽ കാണിക്കണം. നിങ്ങൾ ആംഗുലർ പൊസിഷൻ വരച്ച ആ ഫിഗറിൽ ഡോട്ടഡ് ലൈനിൽ കാണിക്കണം. സോ നമുക്കിപ്പോ എം എം എന്ന് പറഞ്ഞ ഒരു കൗണ്ടർ മാസ് കിട്ടി. നമുക്ക് എം എൽ എന്ന് പറഞ്ഞ സെക്കൻഡ് കൗണ്ടർ മാസ് ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? സോ കപ്പിൾ പോളികളിലൂടെ നമ്മളൊരു മാസ് എം എം കണ്ടുപിടിച്ചു. ഇനി എം എൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫോഴ്സ് പോളികൾ നോക്കും. സോ ഈ കേസിൽ സെക്കൻഡ് ഫിഗർ ആണ് ഫോഴ്സ് പോളികൾ.
ആദ്യം കപ്പിൾഡ് പോളിഗൺ, രണ്ടാമത്തെ ഫോഴ്സ് പോളിഗൺ. ഫോഴ്സ് പോളിഗൺ നിങ്ങൾ ആ വരച്ച ടേബിൾ ഓഫ് കോളത്തിലെ നാലാമത്തെ കോളാണ് നോക്കേണ്ടത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ പറഞ്ഞ കോളം. എഗെയിൻ 1 സെന്റിമീറ്റർ ഇസ്കൽ ടു ഇത്ര ന്യൂട്ടൺ എന്ന സ്കെയിൽ എടുക്കുക. ആ സ്കെയിൽ എടുത്തതിന് ശേഷം എഗെയിൻ നമ്മള് ഈ ഫിഗർ ഇടുന്നു. എ ബി സി ഉണ്ട്, ബി ഉണ്ട്, ABCD. ആ ഫോഴ്സ് പോളിഗണില് ഓരോ ഫോഴ്സസിന്റെ കാര്യം ആദ്യം ഞാൻ O എന്ന് പറഞ്ഞൊരു പോയിന്റ് O ഡാഷ്. ഫസ്റ്റ് ആ ഫോർത്ത് കോളത്തിൽ നോക്കാം. MAR എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അച്ഛൻ പോസിറ്റീവ് വാല്യൂ അല്ലെ. സോ ഇതേ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അതിന് എത്ര സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്, ആ സെന്റിമീറ്റർ ഞാൻ ആദ്യം A ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കാം. രണ്ടാമത്തെ MBRB ഉണ്ട്. MLRL നമുക്ക് വരക്കാൻ കഴിയില്ല, കാരണം MLന്റെ വാല്യൂ അറിയില്ല, അതാണ് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഒഴിവാക്കിയിട്ട് MBRB എടുക്കുക. MBRB ഇതേ ഡയറക്ഷനിൽ ഇതിന് പാരലലായിട്ട് MBRB എടുക്കുക. അടുത്ത MCRC നമുക്കറിയാം, ഈ ഡയറക്ഷനിൽ അതും വരക്കുക. MCRC ഇതിനൊക്കെ എത്രയെങ്കിലും സെന്റിമീറ്റർ വാല്യൂ ഉണ്ട്, ആ സെന്റിമീറ്റർ വാല്യൂ ആണ് വരക്കേണ്ടത്. ഇത് ഞാൻ റഫായിട്ട് വരക്കുന്നേ ഉള്ളൂ. അടുത്ത MMRM അത് ലാസ്റ്റ് വരക്കാം. MDRD വരക്കാം. ഇതാണ് ഡി വരുന്നത് അല്ലെ. അതിന് പാരലലായിട്ട് ഡി ഡാഷ് MDRD വരച്ചു. അതിനുശേഷം നമുക്ക് MMRM അറിയാം. MMRM നമ്മൾ നേരത്തെ വരച്ചതാണ് അല്ലെ, നേരത്തെ വരച്ചിട്ട് ഇവിടെ കാണിക്കുന്നില്ല. ഈ ആംഗിളിലാണ് MMRM. സോ ഇതിന് പാരലലായിട്ട് ഞാൻ എന്ത് ചെയ്യും, അടുത്ത MMRM ആണ്. അതിന്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്, ആ വാല്യൂ പോയിന്റ്. അഗെയിൻ ബാലൻസ് ചെയ്തുകൊണ്ട് വരുന്നത്. സോ ക്ലോസ് പോളികളും ക്ലോസ്ഡ് പോളികളും. സോ ലാസ്റ്റ് ഞാൻ ക്ലോസിംഗ് സൈഡിൽ സോറി ഈ ക്ലോസിംഗ് സൈഡാണ് നമുക്ക് എന്ത് ചെയ്യുക, ML × R. ഈ ഇക്വേഷൻ എന്ത് ചെയ്യാൻ ML × RL ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. RL ഡിവൈഡ് ചെയ്താൽ ഇപ്പം ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? ഇനി എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ വെച്ച് ഈ ആംഗിൾ മെഷർ ചെയ്യുക. അതാണ് L. ഈ ആംഗിൾ മെഷർ ചെയ്തിട്ട് ഇതിന് പാരലലായിട്ട് ഈ ആംഗിളിൽ ഒരു വെർസൽ. ഇതാണ് പൊസിഷൻ ഓഫ് L. ഫൈനൽ ആംഗുലാർ പൊസിഷൻ ഓഫ് ആ ഫിഗറിൽ ഇതും നിങ്ങൾ ഡോട്ടഡ് ലൈനിൽ കാണുക. ക്ലിയർ ആണോ ഇത്? സർ ഒരു ടോപ്പിക്